വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി അത് കഴിഞ്ഞ ദിവസം ഇടക്കാല ഉത്തരവിനായി പരിഗണിക്കുന്ന സന്ദർഭത്തിൽ ചീഫ് ജസ്റ്റിസ് അത് അടുത്ത ബെഞ്ച് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് കൈമാറി. കാരണം പുതിയ ചീഫ് ജസ്റ്റിസ് മെയ് 13 മറ്റോ സ്ഥാനമേൽക്കുകയാണ്. ഈ കാലയളവിനുള്ളിൽ ഇത് പരിശോധിച്ച് ഒരു തീർപ്പാക്കാനുള്ള സമയം ലഭിച്ചില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം. കാരണം അത്തരമൊരു സംഭവത്തിൽ പലരും ആശങ്ക രേഖപ്പെടുത്തുകയും എന്താണെന്നൊക്കെ പലരും വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെയൊന്നും ആശങ്കപ്പെടുന്നതിൽ കാര്യമില്ല. സ്വാഭാവികമായി അത് പരിശോധിച്ചൊരു ഉത്തരവ് പുറപ്പെടുവിക്കാനാവുന്നില്ലെങ്കിൽ പുതിയ ഒരു ബെഞ്ച് ആദ്യം മുതൽ പരിശോധിക്കുന്നതാണ് നല്ലതാവുക. എന്ന് മാത്രമല്ല, ഇതിൻ്റെ റീജോയിൻഡറിലും അതുപോലെ സർക്കാർ നൽകിയ കൗണ്ടർ അഫിഡവിറ്റിലുമൊക്കെ ആഴത്തിൽ പരിശോധിക്കേണ്ട പല ഗൗരവമായ വിഷയങ്ങളുമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു റീജോയിൻഡർ സബ്മിറ്റ് ചെയ്തത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡാണ്. അവർ ചില കാര്യങ്ങൾ ഗൗരവമായി ഉയർത്തിയിരിക്കുന്നു. അതായത് വഖഫ് പ്രോപ്പർട്ടികളുടെ എണ്ണം വല്ലാതെ പെരുപ്പിച്ച് കാട്ടി 100% വർധനവ് കാണിച്ച് എന്തോ ചില രേഖകളിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ട് എന്ന ഒരാശങ്ക അത് ഗൗരവമാംവിധം ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ വസ്തുതകളിലേക്ക് പോകുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നുന്നുമുണ്ട്. അത് നിർവഹിച്ച ആളുകളുടെ പേരും അത്തരം കാര്യങ്ങളുമൊക്കെ വ്യക്തിപരമായി അറിഞ്ഞത് കേൾക്കുമ്പോൾ വളരെ കൗതുകമുണ്ട്. എന്നാൽ അത് ഇപ്പോൾ പുറത്തു പറയത്തക്ക ഒരവസ്ഥയിലല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡാണ് അത്തരമൊരു കൃത്യമായ നിരീക്ഷണം കൊണ്ടുവന്നത്. അതടക്കം പരിശോധിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞത് ആഴത്തിൽ പരിശോധിക്കണം, കൗണ്ടറും റീജോയിൻഡറും ഒക്കെ ഒരുപാട് വിവരങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമൊക്കെ രേഖപ്പെടുത്തുന്നതാണ്. അത് പുതിയൊരു ബെഞ്ച് പരിശോധിക്കട്ടെ. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ വഖഫ് ഭേദഗതി നിയമത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് നിരവധിയായ ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. അത് പരിഗണനയ്ക്കെടുത്ത് അതിൻ്റെ ഇടക്കാല സ്റ്റേ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിഗണനാ വിഷയത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യം. അപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് അതിൽ ചില കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി സർക്കാരിൽ നിന്ന് മറ്റൊരു നടപടികളും ഇത് വിചാരണയ്ക്കെടുത്ത് അന്തിമ വിധി പുറപ്പെടുവിക്കുന്നതുവരെ എടുക്കില്ല എന്ന് ഉറപ്പ് വാങ്ങി. അങ്ങനെയാണ് അതുള്ളത്. ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും സ്റ്റേ ചെയ്യുമോ എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ ന്യായാധിപ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അദ്ദേഹമൊക്കെ പറഞ്ഞു അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. രാജ്യത്തങ്ങനെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് പൂർണ്ണമായും സുപ്രീം കോടതി അപ്പോൾ തന്നെ തടയുന്നൊരു കീഴ്വഴക്കമില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിന് പകരം അവരെല്ലാം സമ്മതിച്ച് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്ന സ്റ്റേയുടെ ഒരു സമാനമായ അന്തരീക്ഷത്തിലാണ് അത് അവസാനിച്ചത്. കഴിഞ്ഞ ദിവസം അത് ചർച്ചയ്ക്കെടുക്കുകയും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പഴയ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് വിടുതൽ ചെയ്യുകയും ചെയ്തു. സ്വാഭാവികമായി അതൊരു ന്യായമായ തീരുമാനം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത് തെറ്റ് ഇത് ശരിയെന്ന് പറഞ്ഞിട്ടൊരു കോടതിക്ക് പോകാനാവില്ല. അതിൻ്റെ ന്യായാന്യായങ്ങൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കണമെങ്കിൽ ചിലപ്പോൾ തുടർച്ചയായി ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം വെച്ചാൽ സാധ്യമാകുന്നതാണ്. പക്ഷേ പലതും സുപ്രീം കോടതിയിൽ പാതി വഴിയിലായതും തീരാനുള്ളതുമായ പലതും ഉണ്ടാവും. ഒരു ചീഫ് ജസ്റ്റിസ് വിരമിക്കുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന പലതിലും അന്തിമ വിധി പുറപ്പെടുവിച്ചിട്ട് പോകേണ്ട ആവശ്യങ്ങളുണ്ടാവാം. അതുകൂടി പരിഗണിച്ചായിരിക്കണം അടുത്ത ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കൗണ്ടറിലും റീജോയിൻഡറിലുമൊക്കെ ഒത്തിരി വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാജ്യം സമർപ്പിച്ച അഫിഡവിറ്റിൽ രാജ്യ സർക്കാർ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ വഖഫ് ബോർഡിനെ കാണുന്നത് കൊണ്ടാണ് വഖഫ് ബോർഡിൽ മറ്റിതര ജാതിയിൽപ്പെട്ടവരെ വെച്ചത് എന്നൊക്കെയാണ്. കാരണം മറ്റേത് കുറച്ചുകൂടെ സങ്കുചിതമാണ്, ഇത് കുറച്ചുകൂടെ വിശാലമായി രാജ്യ താല്പര്യം മുൻനിർത്തി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡ് വളരെ നിർണായകമായ ഒരു നിരീക്ഷണം നടത്തി. ആ നിരീക്ഷണം വളരെ ഗൗരവമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനെ ബോധപൂർവം ഇങ്ങനെ ആക്കി തീർക്കുന്നതിന് എന്തോ ഒത്തിരി ഉണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി ന്യായമായ കണക്കുകൾ ഒരു കുതിച്ചുചാട്ടത്തിലൂടെ പർവ്വതീകരിക്കപ്പെട്ടു. അതിൽ വസ്തുതാപരമായ ഒരുപാട് പിശകുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്തവരിൽ നിന്ന് ഒരു അഫിഡവിറ്റ് എഴുതി വാങ്ങണം, അത് സത്യസന്ധമായി പരിശോധിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ 2013 ഇത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. അതുവരെയുള്ള രേഖകൾ പ്രകാരം 3 ലക്ഷത്തി സംതിങ് ഏക്കറുകൾ സ്ഥലമാണ്, ഹെക്ടറാണോ എന്ന് പറഞ്ഞത്, എന്തായാലും അത്രയും സ്ഥലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2013 ഇത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇത് നേരെ 6 ലക്ഷത്തിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയോളം. ഈ ഇരട്ടിയോളം എത്തിയത് ആരും കൊണ്ടുചെന്ന് കൊടുത്തതായിരിക്കില്ല. ഒരു ഷോക്കിംഗ് ഇൻക്രീസ് എന്നാണ് അവർ പറയുന്നത്.
എന്ന് വെച്ചാൽ ബോർഡിൻ്റേത് പിന്നെ ഏക്കറല്ല 3,30,000 പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്പർ ഓഫ് വഖഫ് എസ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതും ആ പ്രയോഗവും കുറച്ച് വ്യത്യസ്തമായ പ്രയോഗമാണ്. എസ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഭീകരമായ സ്ഥലങ്ങൾ ഒക്കെ കിടക്കുന്നത് എന്നൊരു തോന്നൽ വരും. എന്നാൽ ഈ പറയുന്നത് പോലെ ഈ നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് വളരെ പെട്ടെന്ന് 6,60,000 അതായത് 3,30,000 നിന്ന് 6,65,000 വർദ്ധിച്ചു. ഇതൊരു കോൺട്രഡിക്റ്ററി ഫിഗറാണ്. ഇത് കമ്പൈൽ ചെയ്തത് ഗവൺമെൻറ് ഏജൻസീസാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ റെക്കോർഡ് കമ്പ്യൂട്ടറൈസേഷൻ സ്റ്റാറ്റസ് 2012 മുതൽ 24 വരെയുള്ള വാംസിയുടെ ആ റെക്കോർഡ് കമ്പൈലേഷൻ സ്റ്റാറ്റസും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന രേഖകൾ പ്രകാരം ഈ വർധനവിൽ വളരെ ഗൗരവമായ ഷോക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡ് പറയുന്നത്. അവരുടെ ആ വാദത്തെ പിന്നീട് കൗണ്ടർ അഫിഡവിറ്റും റീജോയിൻഡറും സബ്മിറ്റ് ചെയ്ത എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അവരും അതുപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ എസ്റ്റേറ്റ് എന്ന ഉപയോഗം. പ്രോപ്പർട്ടി എന്ന് പറയേണ്ടതിന് പകരം എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗവും സംശയാസ്പദമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും ഒന്നും ഇല്ലാത്തൊരു സംഗതിയെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് വഖഫ് ബോർഡിന് 6,60,000 പ്രോപ്പർട്ടി ഇന്ത്യയിലുണ്ടെന്നാണല്ലോ. അത് യഥാർത്ഥത്തിൽ അത്രയും പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ല. ഇത് 2013 അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആരോ വളരെ ആസൂത്രിതമായി ഈ അക്കങ്ങൾ പെരുപ്പിച്ച് കാട്ടിയതാണ് മറ്റു പല ലക്ഷ്യങ്ങളുമായി. അതുകൊണ്ട് ഇത് തയ്യാറാക്കിയവരുടെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് വാങ്ങണം എന്നതടക്കമുള്ള ആവശ്യം വളരെ വ്യത്യസ്തമായ ഒരു ട്വിസ്റ്റാണ് ഈ കേസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ പരിഗണിക്കപ്പെടുമെന്ന് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം.